Hello friends, welcome back to Star Live Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Oppo Reno Ace 2 എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് Oppo Reno Ace എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തത്. സോ അതിൻ്റെ പാർട്ട് 2 വേർഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് 6.5 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 6ഉം അതുപോലെ തന്നെ റിയർ സൈഡിൽ ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അലുമിനിയം ഫ്രെയിമുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 865 എന്നൊരു ഒക്ടാകോർ പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 10 ആണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ColorOS 7 ആണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 3 വേരിയൻസിൽ വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് വരുന്നത് 8GB റാമും അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. മിഡിൽ വേരിയൻറ്റ് 8GB റാമും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. അറ്റ് ലാസ്റ്റ് ആയിട്ട് ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 12GB റാമും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് UFS 3.0 ആണ് ലഭിക്കുന്നത്. നമ്മൾ ക്യാമറയെക്കുറിച്ച് നോക്കുമ്പോൾ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു സർക്കുലർ മോഡ്യൂളിലാണ് ക്യാമറ ഒരുക്കിയിട്ടുള്ളത്. പ്രൈമറി സെൻസർ വരുന്നത് 48 മെഗാപിക്സലിൻ്റെ ആണ്. f1.7 ആണ് അപ്പർച്ചർ വരുന്നത്. രണ്ടാമതായി 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു LED ഫ്ലാഷും കാണാം. സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുമ്പോൾ 16 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. നമുക്ക് ഡിസ്പ്ലേയുടെ ഉള്ളിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെക്കുറിച്ച് നോക്കുമ്പോൾ 4000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ 65 വാട്ട്സിൻ്റെ ഒരു മാസീവ് ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണും വരുന്നത്. 100% നമുക്ക് 30 മിനിറ്റ്സിനകം തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ Huawei P40 Pro എന്ന സ്മാർട്ട് ഫോണിലൊക്കെ കണ്ട അതേ ഒരു വയർലെസ് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. ഏറ്റവും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന ഒരു വയർലെസ് ചാർജിങ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 40 വാട്ട്സിൻ്റെ ഒരു വയർലെസ് ചാർജിങ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പിന്നെ Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് ലഭിക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് April 13th ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 40,000 rupees ആണ് ബേസ് വേരിയൻറ്റിന്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ Oppo Reno Ace എന്ന സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Oppo Reno Aceൽ നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിരുന്നു ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ 90 ഹെർട്സ് ഡിസ്പ്ലേ ആയിരുന്നു ലഭിച്ചിരുന്നത്. സോ അത് മാറ്റി ഒരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേയും ആക്കിയിട്ടുണ്ട്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്ത് കുറച്ച് അപ്ഗ്രേഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ 855+ എന്നൊരു ചിപ്സെറ്റ് ആയിരുന്നു Oppo Reno Aceൽ വന്നിരുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 865 എന്നൊരു ചിപ്സെറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പ് തന്നെയായിരുന്നു Oppo Reno Aceൽ വന്നിരുന്നത്. ഒരു വെർട്ടിക്കൽ ക്യാമറ മോഡ്യൂൾ ആയിരുന്നു ആ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരുന്നത്. പക്ഷേ 13 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ആ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആയിരുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിൽ അതില്ല. സെൽഫി ക്യാമറയും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും ഇൻറ്റേർണൽ വേർഷൻസ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഒപ്പം ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ 40 വാട്ട്സിൻ്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ അല്ലായിരുന്നു. സോ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് Oppo Reno Ace എന്ന സ്മാർട്ട് ഫോണിൽ നിന്ന് Ace 2 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള അപ്ഗ്രേഡിങ്സ്. Oppo Reno Ace എന്ന സ്മാർട്ട് ഫോൺ ഒഫീഷ്യലി ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇനി ലോഞ്ച് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല. എനിവേ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.